ശ്രീത്തെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിട്ടുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ സാധാരണഗതിയിൽ പലപ്പോഴും യാഥാർത്ഥ്യത്തോടൊക്കെ ഏകദേശം അടുത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ആ എക്സിറ്റ് പോൾ ഫലങ്ങൾ ചിലത് തെറ്റിപ്പോകാറുണ്ട്, എല്ലാം യാഥാർത്ഥ്യമാണോന്നില്ല. എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് മഹാരാഷ്ട്രയിൽ ഭരണ തുടർച്ചയുണ്ടാകും എന്നാണ്. ചിലപ്പോഴൊക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഈ അടുത്തായിട്ട് ചിലതൊക്കെ തെറ്റിപ്പോകുന്നുണ്ട്, എന്നാലും മിക്കതുമൊക്കെ കൃത്യതയോടെ വരുന്നുണ്ട്. അപ്പോൾ NDA അവിടെ ഭരണം പിടിക്കും, ഭരണം വീണ്ടും തുടരും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. പല സർവേകളും ഏജൻസികളും പ്രവചിച്ചിട്ടുള്ളത് 175, 128, 152, 150 അങ്ങനെ തുടങ്ങി ഒരു സീറ്റുകൾ പിടിക്കുന്ന തരത്തിലേക്ക് NDA സഖ്യം മുന്നേറും എന്ന് പറയുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിന് 135 മുതൽ 150 വരെ സീറ്റുകൾ പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ? ജോണേട്ടാ, രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ പണം ആവശ്യമാണ്. അതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടിക്ക് പണം വരുന്ന മേഖലയാണ് മുംബൈ. അപ്പോൾ മുംബൈ ഉൾപ്പെടുന്ന മേഖലയാണ് മഹാരാഷ്ട്ര. അതിനാൽ തന്നെ മഹാരാഷ്ട്ര പിടിക്കുക എന്നത് എല്ലാ പാർട്ടികളുടെയും ലക്ഷ്യമാണ്. അതിനുവേണ്ടി അവർ എല്ലാ തന്ത്രങ്ങളുമായി രംഗത്ത് വരും. അതുകൊണ്ടാണ് ശിവസേന എന്ന പാർട്ടി അറിയാലോ, അത് കോൺഗ്രസിനെതിരായും ചില ഹിന്ദുത്വ ആശയങ്ങളുമായാണ് രൂപപ്പെട്ടത്. ഇപ്പോൾ അധികാരത്തിനായി കോൺഗ്രസുമായി സഖ്യത്തിലാണ് ശിവസേന. എന്തായാലും അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പ് തുടക്കത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ പ്രദേശത്ത് മുന്നേറ്റമുണ്ടാക്കുവാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്കായിരുന്നു സാധിച്ചിരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആയിരുന്നു 13 സീറ്റോടെ അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷി. പിന്നീടുള്ള മഹാവികാസ് അഘാടി 31 സീറ്റ് നേടിയിട്ടുണ്ട്. അങ്ങനെ BJPക്ക് വെറും 9 സീറ്റാണ് ഉണ്ടായിരുന്നത്. ശരത് പവാറിന് 1 സീറ്റും അജിത് പവാറിന് 1 സീറ്റും അതോടൊപ്പം തന്നെ ശിവസേന വിഭാഗം ഷിൻഡെ വിഭാഗത്തിന് 7 സീറ്റുമാണ്. അങ്ങനെ ഒരു 16-18 സീറ്റ് മാത്രമായിരുന്നു ആ മേഖലയിൽ BJP സഖ്യത്തിന് ലഭിച്ചിരുന്നത്. അതിനുശേഷം ഈ വിജയം കോൺഗ്രസിന് വീണ്ടും ആ പ്രദേശത്തേക്ക് മഹാരാഷ്ട്രയിൽ അധികാരം പിടിക്കാമെന്ന പ്രതീക്ഷ നൽകുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ ഹരിയാന തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി തന്നെ അത് തിരിച്ചടി ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. സർവേകളിലെല്ലാം കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് ഹരിയാനയിൽ പറഞ്ഞതിന് പിന്നാലെ കോൺഗ്രസ് ഹരിയാനയിലും ഭരണം പിടിച്ച് മഹാരാഷ്ട്രയിലേക്കും തങ്ങളുടെ ശക്തി തെളിയിക്കാമെന്ന പ്രതീക്ഷയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പക്ഷെ പൂർണ്ണമായി തന്നെ അതില്ലാതാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് മഹാരാഷ്ട്രയിൽ മാസങ്ങൾക്ക് മുൻപ് തന്നെ BJPയുടെ നേതൃത്വത്തിലുള്ള മഹായുദ്ധി സഖ്യം അധികാരത്തിൽ വരാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പകുതിയിലധികവും BJP സഖ്യത്തിനാണ്, മഹായുദ്ധി സഖ്യത്തിനാണ് ഈ അധികാരം പ്രവചിക്കുന്നത്. ചില സർവേകൾ അവിടെ 160 സീറ്റ് BJP നേടുമെന്ന് സീറ്റ് വരെ പറയുന്നുണ്ട്. അതെ, 167 വരെയൊക്കെ പറയുന്നുണ്ട്. അതെ, മഹാവികാസ് അഘാടി വെറും 130 സീറ്റിൽ ഒതുങ്ങുമെന്നും മറ്റുള്ളവർ 8 സീറ്റ് പിടിക്കുമെന്നും എല്ലാം അഭിപ്രായപ്പെടുന്നു. അതിൽ ഏറ്റവും നാമലം പീപ്പിൾസ് പൾസ് എന്ന ഒരു സർവേ BJP സഖ്യത്തിന് 180 സീറ്റ് വരെ പറയുന്നുണ്ട്. കോൺഗ്രസിന് 110 സീറ്റും അതോടൊപ്പം തന്നെ മറ്റുള്ളവർ 17 പറയുന്നുണ്ട്. മറ്റൊരു സർവേ BJPക്ക് സഖ്യത്തിന് റിപ്പബ്ലിക് TVയുടേതാണ്. റിപ്പബ്ലിക് TVയുടേത് 170 സീറ്റ് പറയുന്നുണ്ട്. BJP സഖ്യത്തിന് കോൺഗ്രസിന് 130 പറയുന്നുണ്ട്. മറ്റുള്ളവർ 8 മുതൽ 10 സീറ്റ് വരെ പറയുന്നു. അങ്ങനെ വ്യത്യസ്ത സർവേകൾ 8 സർവേകളാണല്ലേ നടന്നിട്ടുള്ളത്. 8 സർവേയിൽ 5 എണ്ണം NDAക്ക് ഭൂരിപക്ഷം പ്രവചിക്കുമ്പോൾ 2 എണ്ണം ഈ കോൺഗ്രസ് മഹാവികാസ് അഘാടി അവർക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയുന്നു. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 175 സീറ്റ് ഇരു കൂട്ടർക്കും കിട്ടില്ലെന്ന് ഒരു സർവേയും പറയുന്നത്. എന്തായാലും ഇപ്പോൾ സർവേ ഒന്നും ആരും കാര്യമാക്കാറില്ല. സർവേയിലേക്ക് വരുന്നത് ഞാൻ ആദ്യമേ അതാണ് പറഞ്ഞത്, എല്ലാ പ്രവചനങ്ങളും ശരിയാകണമെന്നൊന്നുമില്ല. അല്ല, ഒരു കാലത്ത് സർവേ കാത്തിരുന്ന് നമ്മളായിരുന്നു. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 400 സീറ്റ് പ്രതീക്ഷിച്ചു. ആ സർവേകൾ 420, 430 കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് പിന്നീട് വലിയ തിരിച്ചടിയിലേക്ക്. അതെ, അതോട് അതിന് മുമ്പ് വന്ന പല തെരഞ്ഞെടുപ്പുകളിലും അത്തരത്തിൽ സർവേകൾ വന്നിട്ടുണ്ട്. പണ്ട് ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്തും എക്സിറ്റ് പോളുകൾ ഇതുപോലെ ഈ ലാലു പ്രസാദിൻ്റെ തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ
സഖ്യം അധികാരത്തിൽ വരും. ഇതിപ്പോ രാഷ്ട്രീയ പാർട്ടികൾക്കും തലവേദനയാണല്ലേ സർവേകൾ. അവർ MLA ആവാം, മുഖ്യമന്ത്രി ആകാമെന്നെല്ലാം പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും സർവേ കണ്ടിട്ട്. അതെ ഇപ്പോൾ അത് സർവേകളെ ഒന്നും അങ്ങനെ 100% നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഈ വോട്ടെണ്ണി കഴിയുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്. എന്തായാലും ഹരിയാനയിൽ അത്തരത്തിൽ സർവേയിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വിജയിച്ചു എന്ന രീതിയിലുള്ള മുഖ്യമന്ത്രി കസേര ഉറപ്പിച്ചതായുള്ള സർവേകൾ വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ 11 മണിയോടെ തന്നെ ലഡു വിതരണമെല്ലാം ആരംഭിച്ചത് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും സർവേ അതാ ഞാൻ പറയാം, പലയിടത്തും ഈ ലഡു വിതരണം ചെയ്ത കഥ പറഞ്ഞു. ഇപ്പം ഈ അടുത്തും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, വോട്ട് എണ്ണിക്കഴിഞ്ഞു. മറ്റേത് എക്സിറ്റ് പോൾ അവിടെയും ഈ ബീഹാറിലും അങ്ങനെ. ഞാൻ രാവിലെ TV കണ്ടു തുടങ്ങുമ്പോൾ ബീഹാറിൽ JDU ഈ തേജസ്വി യാദവിൻ്റെ RJD സഖ്യം, കോൺഗ്രസും ഒക്കെ ഉൾപ്പെട്ട സഖ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു. അങ്ങനെ ഞാൻ പോരുന്നു. വൈകിട്ട് വീട്ടിൽ ചെന്ന് നേരെ തിരിച്ചായി. രാവിലെ ഭയങ്കര ആവേശകരമായ ചർച്ചയൊക്കെ നടക്കുന്നു. ഇങ്ങനെ തിരിച്ചു വരുക അങ്ങനെയാണെന്നൊക്കെ പറയും. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ ചർച്ച നടത്തിയ ആളുകളെ ഒന്നും കാണാനില്ല, വേറെ ആളുകൾ കയറി ചർച്ച നടത്തുക. അതുകൊണ്ട് അവിടെ ആ സമയത്ത് അവർ താഴെ പോയി. ഹരിയാനയിലെ അതാണല്ലോ, ഗോതമ്പ് പാടത്തിൽ താമര വിരിഞ്ഞു, താമരക്കാലം എന്നല്ല വൻ ചർച്ചകളായിരുന്നു. എന്തായാലും എല്ലാ സർവേകളും BJPക്ക് അനുകൂലമായൊരു സാഹചര്യമാണ് അവിടെ മുന്നിൽ കാണുന്നത്. അവിടെ 288 സീറ്റാണ് നിലവിലുള്ളത്. അതിൽ 145 സീറ്റ് നേടിയാൽ ഏത് പാർട്ടിക്കായാലും അധികാരത്തിൽ വരാം. ഇപ്പോൾ മഹായുദ്ധി സഖ്യം, മഹായുദ്ധി എന്ന് പറയുമ്പോൾ BJPക്ക് കഴിഞ്ഞ തവണ 105 സീറ്റ് ഉണ്ടായിരുന്നു. BJP ശിവസേനയും കൂടെ ഒരുമിച്ചായിരുന്നു അവിടെ മത്സരിച്ചിരുന്നത്. അതിനുശേഷം ശിവസേന കാലുമാറി കോൺഗ്രസും NCPയുമായി സഖ്യമുണ്ടാക്കി. അവിടെ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാകുന്നു. പിന്നീട് അദ്ദേഹത്തെ ശിവസേനയെ പിളർത്തിയാണ് BJP ഏക്നാഥ് ഷിൻഡെ വിഭാഗം അധികാരത്തിൽ വന്നത്. എന്തായാലും ഏക്നാഥ് ഷിൻഡെ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി വരുമെന്നാണ് പ്രവചിക്കുന്നത് സർവേകൾ. അദ്ദേഹത്തിനും വളരെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഈ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ തന്നെ ആകുമെന്നുള്ള കാര്യത്തിൽ സംശയം. കാരണം BJP അങ്ങനെ ഒരു അവസരം കൊടുത്തതാണ് ഷിൻഡെയ്ക്ക്. ഇനി അങ്ങനെ ഒരു അവസരം കൊടുക്കുമെന്നുള്ളത് അല്ല, അവിടെ ദേവേന്ദ്ര ഫട്നാവിസ് കരുത്തനാണ്. അല്ല, അതെല്ലാം അത് പ്രധാനമായി തെരഞ്ഞെടുപ്പ് ഫലത്തെ അനുസരിച്ചിരിക്കും. BJPക്ക് ഒരു 120 സീറ്റിലധികം നേടുകയാണെങ്കിൽ പിന്നീട് ഒരു 144 ആണല്ലോ, 145 സീറ്റ് കിട്ടുന്നവർക്ക് അധികാരത്തിലെത്താം. പിന്നെ ഒരു 25 സീറ്റ് സ്വതന്ത്രരുടെ ഉൾപ്പെടെ തങ്ങൾക്ക് ലഭിക്കുമെന്ന വിശ്വാസത്തിൽ ചിലപ്പോൾ ഫട്നാവിസ് മുഖ്യമന്ത്രിയായി വരാം. അല്ലാത്ത പക്ഷം 100-ൽ കുറവാണെങ്കിൽ എന്തായാലും ഏക്നാഥ് ഷിൻഡെക്കോ, അതോടൊപ്പം തന്നെ അജിത് പവാറുമുണ്ട്. അജിത് പവാർ ശരത് പവാറിന്റെ പക്ഷമായിരുന്നാണ്, ആ പാർട്ടിയായിരുന്നു. പിന്നീടായിരുന്നു പിളർന്ന് BJPയോടൊപ്പം എത്തി. അതിലും ചില പക്ഷെ ലോക്സഭയിലാകെ ഒരു സീറ്റാണ് അദ്ദേഹത്തിന് ലഭിച്ചത്, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക്. ചിലപ്പോൾ അദ്ദേഹം വേണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അവകാശപ്പെടാല്ലേ? അദ്ദേഹം അവകാശവാദമൊക്കെ ഉന്നയിക്കാം. അവകാശവാദം ആർക്കും ഉന്നയിക്കാമല്ലോ, രാഷ്ട്രീയമാണല്ലോ. രാഷ്ട്രീയത്തിൽ അവകാശവാദമൊക്കെ ഉന്നയിക്കാം. അത്രയും കരുത്ത് വേണമെന്നുള്ള ഇല്ലാത്ത കരുത്ത് ഉണ്ടെന്ന് കാണിക്കും. അതൊക്കെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഈ അവസാന ഘട്ടത്തിൽ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഹരിയാനയ്ക്ക് പിന്നാലെ ചിലപ്പോൾ മഹാരാഷ്ട്രയിലും BJPയുടെ സഖ്യം തന്നെ അധികാരത്തിൽ വരാം. അങ്ങനെ അധികാരത്തിൽ വന്നാൽ കൂടുതൽ കരുത്തനാകാൻ പോകുന്നത് നരേന്ദ്രമോദിയായിരിക്കും. കാരണം അദ്ദേഹം ഇപ്പോൾ സഖ്യകക്ഷികളുടെ സഹായത്താലാണല്ലോ ഭരണം നടത്തുന്നത്. അപ്പോൾ വരുന്ന ഇനി ബീഹാറിലെല്ലാം തിരഞ്ഞെടുപ്പ് വരാനുണ്ട് വരുന്ന വർഷങ്ങളിൽ. ഡൽഹിയിലുണ്ട്. ആ തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ സഖ്യകക്ഷികളെ കൂടി അവർക്കും കൂടെ ഒരു ആവേശവും അതോടൊപ്പം തന്നെ ഒരു താക്കീത് നൽകാൻ കഴിയും. ഞങ്ങളാണ് തുടർച്ചയായ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വിജയിക്കുന്നത്, അതിനാൽ തന്നെ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്നൊരു സന്ദേശവും അതിലൂടെ BJPക്ക് നൽകാൻ കഴിയും. കൂടുതൽ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കുവാൻ ഈ നിതീഷ് കുമാർ അറിയാമല്ലോ, പ്രത്യേകിച്ച് കാലുമാറ്റവുമായി ബന്ധപ്പെട്ട് നിരന്തരം കോൺഗ്രസിൻ്റെ RJDയുമായി പോകുന്നതാണ്, തിരിച്ച് BJPയുമായി വരുന്നതാണ്. അത്തരത്തിൽ വലിയ കൂറുമാറ്റമുള്ള പാർട്ടികൾക്കും ഒരു താക്കീത് നൽകാൻ ഇത്തരം തുടർച്ചയായുള്ള വിജയങ്ങൾ എന്തായാലും BJPയെ ഒരു സഹായകരമാകും. എന്തായാലും ഈ മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിലും ചിലപ്പോൾ തർക്കം വരാനുള്ള സാധ്യതയുണ്ട് ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട്. നിലവിലെ മുഖ്യമന്ത്രി മുൻപുണ്ടായിരുന്ന ഉദ്ധവ് താക്കറെ ആയിരുന്നു, ശിവസേനയാണ്. അതിന് ശിവസേനയേക്കാൾ കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഈ കോൺഗ്രസിന് പറയാനൊരു നേതാവില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അത് പ്രശ്നമാണെങ്കിലും ചിലപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ സമാനമായി
വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അത് ആ പാർട്ടിക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ ആവശ്യപ്പെടാം. NCP എല്ലാം ഉണ്ടല്ലോ, അതോടൊപ്പം തന്നെ NCP ഉണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്ന ഒരു മിനി ഇന്ത്യയായി മഹാരാഷ്ട്ര മാറിയിട്ടുണ്ട്. അവിടെ ഇല്ലാത്ത പാർട്ടികളില്ല. കോൺഗ്രസ് ഉണ്ട്, പിന്നെ BJP, ശിവസേന, NCP ഉൾപ്പെടെ. NCP 2ആയി, ശിവസേന 2ആയി, BJP മത്സരിക്കുന്നു, കോൺഗ്രസ് മത്സരിക്കുന്നു. എന്തായാലും വിജയിച്ചാൽ മോദിക്ക് മുന്നോട്ട് പോകാം. അതോടൊപ്പം തന്നെ മഹാവികാസ് അഘാഡി തിരിച്ചു വരികയാണെങ്കിൽ അത് രാഹുൽ ഗാന്ധിക്കും ലോക്സഭയ്ക്ക് ശേഷം വലിയ മുന്നേറ്റം, ഒരു പ്രതിപക്ഷ ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണല്ലോ, തൻ്റെ അധികാരത്തിന് കുറച്ചും കൂടെ ഒരു ബലം നൽകാൻ കഴിയും.